നമസ്കാരം. വേ ടു കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കും മറ്റുമായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത്. 2024 കറണ്ട് അഫെയർ സീരീസിൻ്റെ ക്ലാസ്സുകളിലേക്ക് കടക്കാം. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? റഷ്യയിലെ കസാനായിരുന്നു. റഷ്യയിലെ കസാനിൽ വെച്ചാണ് 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത്. അപ്പോൾ 2024 നടന്നത് എത്രാമത് ബ്രിക്സ് ഉച്ചകോടിയാണെന്ന് ചോദിച്ചാൽ 16ാമത് ബ്രിക്സ് ഉച്ചകോടിയാണെന്ന് ആലോചിച്ച് വെച്ചേക്കാം. എവിടെയാണ് സ്ഥലം? കസാനാണ്. രാജ്യം ഏതാണ്? റഷ്യയാണ്. 2024 ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി കൊളംബിയയാണ്. 2024 ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കൊളംബിയ. COP19 വേദി എവിടെയാണ്? കൊളംബിയയാണ്. ഓക്കെ. 2024 ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദിയാണ് കൊളംബിയ. 2024 29ാമത് UN കാലാവസ്ഥാ ഉച്ചകോടി എവിടെയാണ്? അത് അസർബൈജാനാണ്. അസർബൈജാൻ. 2024 29ാമത് UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി അസർബൈജാനാണ്. അപ്പോൾ COP19 ഉച്ചകോടി എവിടെയാണ്? കൊളംബിയയാണ്. UN കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അസർബൈജാനാണ്. ഓക്കെ ആണല്ലോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കാലാവധി 3 വർഷമായി ചുരുക്കുകയും പുതിയ ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകുകയും ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകിയ രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോൾ ഇനി എങ്ങനെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കാലാവധി എത്ര വർഷമാക്കി ചുരുക്കി? 3 വർഷമാക്കി ചുരുക്കി. കൂടാതെ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം ആർക്ക് കൊടുത്തു? പാർലമെൻറ്റിന് കൊടുത്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ പോയിൻ്റാണ് പറഞ്ഞേ? 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയിലെ കസാൻ. 2024 ഐക്യരാഷ്ട്രസഭയുടെ ആഗോള ജൈവ വൈവിധ്യ ഉച്ചകോടിയുടെ വേദി കൊളംബിയ. 2024 29ാമത് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അസർബൈജാൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കാലാവധി 3 വർഷമായി ചുരുക്കുകയും പുതിയ ചീഫ് ജസ്റ്റിസിനെ തിരഞ്ഞെടുക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകുകയും ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം നൽകിയ രാജ്യം ഏതാണ്? അത് പാകിസ്ഥാനാണ്. ക്ലിയർ ആയല്ലോ. 2024 ബുക്കർ പുരസ്കാരത്തിന് അർഹയായ ബ്രിട്ടീഷ് എഴുത്തുകാരി ആരാണ്? 2024 ബുക്കർ പ്രൈസിന് അർഹയായ ബ്രിട്ടീഷ് എഴുത്തുകാരി ആരാണ്? സാമന്ത ഹാർവിയാണ്. സമന്ത ഹാർവിയാണ്. ആരെന്ന് പറയുന്നത്? 2024 ബുക്കർ പുരസ്കാരത്തിന് അർഹയായ ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവി. അപ്പോൾ സമന്ത എന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് പേര് കിട്ടും. അപ്പോൾ സാമന്ത ഹാർവിയാണ്. അവരുടെ നോവൽ ഏതാണ്? ഓർബിറ്റൽ എന്ന നോവലിനാണ് ബുക്കർ പുരസ്കാരം ലഭിച്ചതെന്ന് ഓർത്ത് വയ്ക്കുക. ഓർബിറ്റൽ എന്ന നോവലിനാണ് ബുക്കർ പുരസ്കാരം ലഭിച്ചത്. 2024 ബുക്കർ പുരസ്കാരത്തിന് അർഹയായ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് സാമന്ത ഹാർവി. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പം സമന്ത ജീവിതത്തെ ഒരുപാട് അതിജീവിച്ച വ്യക്തിയല്ലേ. അവരിങ്ങനെ ഒരു ബുക്കിൽ എഴുതി വെച്ചു എല്ലാം ഇങ്ങനെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു എന്ന് ആലോചിക്കുക. അപ്പോൾ സാമന്ത ഹാർവി ബുക്കർ പ്രൈസ് ഏത് കൃതി? ഓർബിറ്റലാണ്. 2024 16ാമത് G20 ഉച്ചകോടിയുടെ വേദി. 2024 16ാമത് G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റിയോ ഡി ജനീറോയാണ്. എവിടെയാണ്? റിയോ ഡി ജനീറോ. അപ്പോൾ 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? അത് റഷ്യയിലെ കസാനായിരുന്നു. ഇവിടെ 2024 16ാമത് G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റിയോ ഡി ജനീറോയാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു? 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം നീതിയുക്തമായ ലോകവും സുസ്ഥിര ഭൂമിയും എന്നാണ് കേട്ടോ. നീതിയുക്തമായ ലോകവും സുസ്ഥിര ഭൂമിയും എന്നതാണ് 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം. നീതിയുക്തമായ ലോകവും സുസ്ഥിര ഭൂമിയും. അപ്പോൾ 2024 G20 ഉച്ചകോടിയുടെ വേദി അല്ലെങ്കിൽ 16ാമത് G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റിയോ ഡി ജനീറോയാണ്, ബ്രസീലിലെ. 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം എന്താണ്? നീതിയുക്തമായ ലോകവും സുസ്ഥിര ഭൂമിയും. 2024 73ാമത് വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ആർക്കാണ്? 2024 73ാമത് വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് വിക്ടോറിയ കജേൽ തീൽവിഗിനാണ്. ഡെൻമാർക്കുകാരിയായിട്ടുള്ള ഇവർക്കാണ് എന്ത് കിട്ടുന്നത്? വിശ്വസുന്ദരി പട്ടം ലഭിച്ചത്. 2024 73ാമത് വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് ആർക്കാണ്?
വിക്ടോറിയ കജേർ തീൽവിഗ്. വിക്ടോറിയ കജേർ തീൽവിഗ്. അപ്പോൾ ഓരോ പേരും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരല്ലേ വിക്ടോറിയ രാജ്ഞി. അവർ വളരെ സുന്ദരിയായിരുന്നു, ലോകത്തിലേക്ക് തന്നെ സുന്ദരിയായിരുന്നു എന്ന് ആലോചിച്ച് വയ്ക്കുക. കജേറിന് പകരം കജോളിനെ ആലോചിച്ച് വയ്ക്കാം. തീൽവിഗ്, നല്ല വിഗ്ഗൊക്കെ വെച്ചിട്ട് വന്നുകൊണ്ടാണ് അവർക്ക് അത്രയും സൗന്ദര്യം ഉണ്ടായെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓരോ വേടിയിൽ നിന്ന് ഓരോ കോഡ് വെച്ച് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ എന്താ? വിക്ടോറിയ കജേർ തീൽവിഗ്. വിക്ടോറിയ കജേർ തീൽവിഗ് ഏത് രാജ്യക്കാരിയാണ്? ഡെൻമാർക്കുകാരിയാണ് കേട്ടോ. ഡെൻമാർക്കുകാരിയാണ്. മാർക്ക് ചെയ്യപ്പെടും. അവർ ഇങ്ങനെ ഒരു വിശ്വസുന്ദരി പട്ടമൊക്കെ ലഭിച്ച് അവരെ മാർക്ക് ചെയ്യത്തില്ലേ, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കത്തില്ലേ, മാർക്ക് ചെയ്ത് വെക്കുമെന്നൊക്കെ ആലോചിച്ചാൽ ഏത് രാജ്യമാണ്? ഡെൻമാർക്കാണ്. അപ്പോൾ 2024 73ാമത് വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് വിക്ടോറിയ കജേർ തീൽവിഗ്, ഡെൻമാർക്ക് സ്വദേശിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ആലോചിച്ച് വെച്ചേക്കാം. സൂര്യൻ്റെ കൊറോണ പാളിയെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ഡിസംബർ 5 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പേടകം ഏതാണ്? എന്താണ്? സൂര്യൻ്റെ കൊറോണ പാളിയെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ഡിസംബർ 5 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പേടകമാണ് പ്രോബ് 3. ഏതാണ്? പ്രോബ 3. അപ്പോൾ പ്രോബ 3 എന്ന് പറയുന്നത് ആരുടെ പേടകമാണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പേടകമാണ്. വിക്ഷേപിച്ചത് ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. എന്നാണ് വിക്ഷേപിച്ചത്? 2024 ഡിസംബർ 5 വിക്ഷേപണ വാഹനം PSLV-C 59 അപ്പോൾ അതിലൊത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രോബ 3 എന്ന പേടകം വിക്ഷേപിച്ചത്? സൂര്യൻ്റെ കൊറോണ പാളിയെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വിക്ഷേപിച്ചതാണ് പ്രോബ 3. ആരുടെ പേടകമാണ് പ്രോബ 3? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ പേടകമാണ് പ്രോബ 3. പ്രോബ 3 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? നമ്മുടെ ഇന്ത്യയിൽ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് പ്രോബ 3 വിക്ഷേപിച്ചത്. എന്നാണ് പ്രോബ 3 വിക്ഷേപിച്ചത്? 2024 ഡിസംബർ 5 പ്രോബ 3 വിക്ഷേപിച്ചത്. എന്താ ക്വസ്റ്റ്യൻ എന്ന് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഏത് പേടകത്തിലാണ് പ്രോബ 3 അയച്ചത്, അല്ലെങ്കിൽ പ്രോബ 3 വിക്ഷേപിച്ച പേടകം ഏതാണ്? PSLV-C 59. അപ്പോൾ സൂര്യൻ്റെ കൊറോണ പാളിയെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ഡിസംബർ 5 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പേടകമാണ് പ്രോബ 3. വിക്ഷേപണ വാഹനം PSLV-C 59. ക്ലിയർ ആയല്ലോ. അപ്പോൾ 2024 16ാമത് G20 ഉച്ചകോടിയുടെ വേദി ബ്രസീലിലെ റിയോ ഡി ജനീറോ. 2024 G20 ഉച്ചകോടിയുടെ പ്രമേയം നീതിയുക്തമായ ലോകവും സുസ്ഥിര ഭൂമിയും. 2024 73ാമത് വിശ്വസുന്ദരി പട്ടം ലഭിച്ചത് വിക്ടോറിയ കജേർ തീൽവിഗ്, ഡെൻമാർക്ക് സ്വദേശിനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ രാജ്യം ചൈന. സൂര്യൻ്റെ കൊറോണ പാളിയെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ഡിസംബർ 5 ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ പേടകം പ്രോബ 3. വിക്ഷേപണ വാഹനം PSLV-C 59. ഓക്കെ ആണല്ലോ. ജെമിനി എന്ന AI ടൂൾ വികസിപ്പിച്ച കമ്പനി ഏതാണ്? ജെമിനി എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ വികസിപ്പിച്ച കമ്പനിയാണ് ഗൂഗിൾ. ഏതാണ്? ഗൂഗിൾ. ജെമിനി എന്ന AI ടൂൾ വികസിപ്പിച്ച കമ്പനിയാണ് ഗൂഗിൾ. ഓർക്കാൻ എളുപ്പമല്ലേ? ജെമിനി എന്ന AI ടൂൾ വികസിപ്പിച്ച കമ്പനി ഏതാണ്? ഗൂഗിളാണ്. 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ്. ആരൊക്കെയാണ്? ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ്. എന്ത് ലഭിച്ചത്? സാമ്പത്തിക ശാസ്ത്ര നൊബേൽ 2024 ലഭിച്ചത്. നമ്മൾ നൊബേലിനെ കുറിച്ച് ഓൾറെഡി ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. വിശദീകരിച്ച് തന്നെ നൊബേൽ സമ്മാനം നേടിയത് ആരൊക്കെയാണെന്നും അവരെക്കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സന്ദർശിച്ച് ആ ക്ലാസ് കൂടി കാണുക. ഓക്കെ. അപ്പോൾ 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? ഡാരൻ അസമോഗ്ലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവരാണ്. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം ഏതാണ്? പാകിസ്ഥാനിലെ ലാഹോറാണ്. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം പാകിസ്ഥാനിലെ ഏതാണ്? ലാഹോർ പട്ടണമാണ്. പാകിസ്ഥാനിലെ ലാഹോർ പട്ടണം. പോയിന്റുകൾ ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ജെമിനി ടൂൾ വികസിപ്പിച്ച കമ്പനി ഏതാണ്? അത് ഗൂഗിളാണ്. ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം ഏതാണ്? ലാഹോറാണ്. 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105ാം സ്ഥാനമാണ്.
ആകെ എത്ര രാജ്യങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടത്? 127 രാജ്യങ്ങളുടെ പട്ടികയിൽ 105-ാം സ്ഥാനമാണ് ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഒത്തിരി പിറകിലാണ് അല്ലേ? അടുത്ത പോയിന്റിലേക്ക് പോകാം. രാജ്യത്താദ്യമായി സർക്കാർ ജോലിയിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. രാജ്യത്താദ്യമായി സർക്കാർ ജോലിയിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ജസ്റ്റ് ആ സംസ്ഥാനമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല, എങ്കിലും ഒന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. മധ്യപ്രദേശല്ലേ, അവിടെ മദ്യം, രണ്ട് മദ്യങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ അവിടെ മദ്യം ആണുങ്ങൾ ഒരുപാട് മദ്യം ഉപയോഗിക്കും. അതുകൊണ്ട് വനിതകൾക്ക് സർക്കാർ ജോലിയിൽ കൂടുതൽ സംവരണം കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. ഏതാണ്? മധ്യപ്രദേശാണ് ആൻസർ. രാജ്യത്താദ്യമായി സർക്കാർ ജോലിയിൽ വനിതകൾക്ക് 35% സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണിത്, മധ്യപ്രദേശ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണന സാധ്യത ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടുലിപ്പ്. എന്താണ്? പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടുലിപ്പ്. ഓക്കെ, അപ്പോൾ എന്താണ് ടുലിപ്പ്? പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ടുലിപ്പ്. അപ്പോൾ അവർ ഇങ്ങനെ ടുലിപ്പ് പുഷ്പങ്ങളൊക്കെയാണ് അവർ നിർമ്മിച്ചെടുക്കുന്നതെന്നൊക്കെ ആലോചിച്ചാൽ മതി. കരകൗശല തൊഴിലാളികളല്ലേ, അപ്പോൾ അങ്ങനെ അവർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ വിപണി സാധ്യത ലഭ്യമാക്കാൻ വേണ്ടിയിട്ട്, അത് വിറ്റഴിച്ച് പോകണ്ടേ, എന്നാലേ അവർക്കത് മെച്ചമുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ആപ്ലിക്കേഷനാണ് ഏതെന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏതെന്ന് പറയുന്നത് ടുലിപ്പ് എന്ന് പറയുന്നത്. ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം ആരംഭിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ജുഡീഷ്യൽ മ്യൂസിയം അല്ലേ, അപ്പോൾ എവിടെയായിരിക്കും? സുപ്രീം കോടതിയിലാണ് കേട്ടോ. ന്യൂഡൽഹിയിലെ സുപ്രീം കോടതിയിലാണ് ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം ആരംഭിച്ചത്. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ വേദി എവിടെയാണ്? 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ വേദി എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വറാണ്. എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വർ. എന്തൊക്കെ പോയിന്റാണ് പറഞ്ഞേ? ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 105, ആകെ രാജ്യങ്ങൾ 127. സർക്കാർ ജോലിയിൽ 35% വനിതാ സംവരണം മധ്യപ്രദേശ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിലെ കരകൗശല തൊഴിലാളികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പ്ലാറ്റ്ഫോം ടുലിപ്പ്. ദേശീയ ജുഡീഷ്യൽ മ്യൂസിയം ആരംഭിച്ചത് ന്യൂഡൽഹിയിൽ സുപ്രീം കോടതിയിലാണ്. 2025 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ്റെ വേദി എവിടെയാണ്? ഭുവനേശ്വറാണ്. ഒഡീഷയിലെ ഭുവനേശ്വർ. ക്ലാസ്സുകൾ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്